പാക് പ്രകോപനം തുടരുന്നതിനിടെ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് സൈന്യം ജാഗ്രതാ നിർദ്ദേശം നൽകി. പൂഞ്ച്, രജൌരി മേഖലകളിൽ ജനങ്ങൾ ബങ്കറുകളിലേക്ക് മാറി. ബൽറാം നെടുങ്ങാടി രജൌരിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, അതിർത്തി മേഖലയിലെ പുതിയ സാഹചര്യം എന്താണ്? തുടർച്ചയായി 9ാം ദിവസവും ഈ വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും ഈ മേഖലയിലെ ജനങ്ങൾ വലിയ ജാഗ്രതയിലായിരിക്കുമല്ലോ, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഞാനിപ്പോൾ ഉള്ളത് പൂഞ്ച് മേഖലയിലാണ്. രജൌരി മേഖലയിൽ ഉൾപ്പെടെ നമ്മൾ പോയിരുന്നു. ആ മേഖലയിലെ അതിർത്തി ഗ്രാമങ്ങൾ സന്ദർശിച്ചിരുന്നു. ഈ ഇവിടങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് ഈ മേഖലയിലാണ് ഏറ്റവും ആദ്യം ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകാറുള്ളത് എന്നതിനോടൊപ്പം തന്നെ 2019 വരെ സ്ഥിരമായി ആക്രമണം പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ ഈ പൂഞ്ച് സെക്ടറിൽ നടത്തിയിരുന്നു. ഇവിടെയുള്ള അതിർത്തി ഗ്രാമങ്ങൾ, ബലാക്കോട്ട അടക്കമുള്ള അതിർത്തി ഗ്രാമങ്ങളിലെ സ്കൂളുകൾക്കും സാധാരണ ജനങ്ങളുടെ വീടുകൾക്കും നേരെ ഷെല്ലാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു ജാഗ്രത നിർദ്ദേശം ഇവർക്ക് നൽകിയിട്ടുണ്ട്. ജനങ്ങളിൽ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷത്തോളമായി വലിയ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിനിൽ 2017 മിന്നലാക്രമണത്തിന് ശേഷം ഈ മേഖലയിലെല്ലാം തന്നെ ഏതാണ്ട് 14,000-ഓളം ബങ്കറുകൾ നിർമ്മിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക്. കാരണം ഇത്തരത്തിലുള്ള അപ്രതീക്ഷിതമായ ആക്രമണം പാകിസ്ഥാനിന്റെ ഭാഗത്തു നിന്നും രാവും പകലും ഉണ്ടാകുന്നുണ്ട്. ഇത് സ്കൂളുകളെ പോലും ആശങ്കയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബങ്കറുകൾ ഏതാണ്ട് എല്ലായിടങ്ങളിലും തന്നെ നിലവിൽ ഉണ്ട്. ഈ ബങ്കറുകളിലേക്ക് മാറാനുള്ള നിർദ്ദേശം അവർക്ക് നൽകിയിരിക്കുന്നു. പലരും ഈ നിർദ്ദേശം കാത്തു നിൽക്കാതെ തന്നെ ഇത്തരത്തിലൊരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വയം ഈ ബങ്കറുകൾ വൃത്തിയാക്കി അതിലേക്ക് താമസം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. രാവും പകലും ഈ ബങ്കറുകളിലേക്ക് തന്നെ താമസം മാറിയിരിക്കുന്നു. അടുക്കളകൾ ഉൾപ്പെടെ ബങ്കറിനകത്ത് സജ്ജീകരിച്ച കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ ഈ തുടർച്ചയായി പാകിസ്ഥാൻ 8ാം ദിവസവും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തിട്ടുണ്ട്. തൊട്ടടുത്ത പോസ്റ്റുകൾ, അക്നൂർ അടക്കമുള്ള പോസ്റ്റുകളിലേക്ക് വെടിയുതിർത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ മേഖലയിൽ ബലാക്കോട്ട് എന്നുള്ള ഏറ്റവും അടുത്ത് നിയന്ത്രണ രേഖയോട് ഏറ്റവും അടുത്ത് വീടുകൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ ഇതുവരെയും ആക്രമണം ഇത്തവണ ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഒരു ആശങ്ക ജനങ്ങൾക്ക് എല്ലായിടത്തുമുണ്ട്. പാകിസ്ഥാൻ പ്രകോപനം പരമായ പരാമർശങ്ങൾ തുടരുമ്പോഴും ആശങ്ക പൂണ്ട് പരിഭ്രാന്തിയിലായി എന്തൊക്കെയോ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് പാക് അധീന കശ്മീരിൽ ഏതാണ്ട് അടച്ചുപൂട്ടിയ അവസ്ഥ ഉണ്ട്. ബാങ്കുകളും സ്കൂളുകളും മദ്രസകളും അടക്കമുള്ളവ അടച്ചുപൂട്ടിയിരിക്കുന്നു. വ്യോമയാന മേഖലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ വ്യോമപാതകൾ അടച്ചിരിക്കുകയാണ്. കൂടാതെ ഗ്രാമവാസികൾക്ക് ഉൾപ്പെടെ തോക്ക് പരിശീലനം നടത്തുന്ന കാഴ്ചകൾ, അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാനിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. കാരണം 2 വശങ്ങളിലും ഒരുപോലെ ഭീഷണി നേരിടുന്ന ഒരു സമയമാണ് പാകിസ്ഥാൻ ഈ ഒരു ഘട്ടത്തിൽ. അഫ്ഗാനുമായി നല്ല ബന്ധമല്ല, അവിടെ ഭീകരവാദികളുമായുള്ള സംഘർഷം തുടർച്ചയായി ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ബലൂജിലെ വിമതരുടെ ഭാഗത്തു നിന്നും ഈ ഒരു അവസരത്തിലും ആക്രമണം ഉണ്ടാകുന്നു. സൈന്യവും വിമതരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഇപ്പോഴും തുടരുകയാണ്. ഞാനൊന്ന് ഇടപെട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ വരുന്ന ഒരു വിവരമാണ്, ദേശീയ മാധ്യമങ്ങളും ഒക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പാകിസ്ഥാൻ പറയുന്നത് അവര് ഒരു ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു എന്നതാണ്. 450 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. അത് ഇന്ന് ഈ ശനിയാഴ്ച അത് വിജയകരമായി പരീക്ഷിച്ചു. സർഫസ് ടു സർഫസ് ആണ് അവർ പറയുന്നത്. അത് 450 കിലോമീറ്റർ റേഞ്ചാണ്. ആ പരീക്ഷണം ഇന്ന് അവർ വിജയകരമായി പൂർത്തിയാക്കി എന്ന് പറയുന്നു. അതിൻ്റെ വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു പരീക്ഷണം നടത്തിയാൽ അതൊരു പ്രകോപനമായി കാണും എന്ന് നേരത്തെ ഇന്ത്യ അറിയിച്ചിരുന്നു. ആ പ്രകോപനം അതേ നിലയിൽ നിലനിർത്താനാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്ന് വേണം കരുതാൻ. ഈ പരീക്ഷണ വിവരം അവർ അത് പങ്കുവയ്ക്കുന്നത് കൊണ്ട് അത് തന്നെയാണല്ലോ നമ്മൾ അർത്ഥമാക്കേണ്ടതല്ലേ? തീർച്ചയായും വിജയകുമാർ, പാകിസ്ഥാനിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇതിന് കാരണമാകുന്നുണ്ട്. ഭരണാധികാരികളും സൈന്യവും 2 തട്ടിൽ ISI എന്നുള്ള എല്ലാതിനെയും നിയന്ത്രിക്കുകയും ഒപ്പം ഭീകരവാദികളെയും സൈന്യത്തെയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ചാര ഏജൻസി അവരുടെ നിയന്ത്രണത്തിൽ പല ആയുധങ്ങൾ ഉൾപ്പെടെ ഉള്ള ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ പോലും പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്. പാക് ഭരണാധികാരികൾ ആദ്യഘട്ടത്തിൽ പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തിയെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ അവരിൽ ഭീതി പ്രകടമാണ്. ഇന്ത്യയുടെ നാവിക, കര, വ്യോമസേനകൾ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി ശേഷി തെളിയിച്ചു കഴിഞ്ഞു. ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ എന്നാൽ ഇത്തരത്തിൽ ഒരു മുഴുവൻ സമയ അല്ലെങ്കിൽ ഒരു മുഴുവൻ യുദ്ധത്തിലേക്ക് പോകുന്ന
പോകുന്നതിൽ നിന്നും ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലിന് പോലും ഉള്ള സാധ്യതകൾ പാകിസ്ഥാൻ തേടിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് പാകിസ്ഥാനകത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ള മിസൈൽ പരീക്ഷണങ്ങൾ അടക്കമുള്ളവ നടക്കുന്നത്. അത് കൃത്യമായി തന്നെ ഭരണകൂടവും സൈന്യവും ISIയും രണ്ട് തട്ടിലായതിന്റെ പ്രകടനമായാണ് വിലയിരുത്തപ്പെടുന്നത്. എങ്കിൽ പോലും ഇത് പ്രകോപനപരമായ ഒരു നടപടി തന്നെയാണ്. നിലവിൽ അതിർത്തികളിൽ ഉള്ള വെടിവെപ്പ് തുടരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു മിസൈൽ പരീക്ഷണം ഉൾപ്പെടെ നടത്തുന്നത്. അതിന്റെ ശേഷി, അതായത് 450-ലേറെ കിലോമീറ്റർ ശേഷി എന്നുള്ളത് ഇന്ത്യക്ക് ഈ വെല്ലുവിളിക്കാനുള്ള ഒരു ശ്രമമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എങ്കിൽ പോലും നേരത്തെ തന്നെ ഇന്ത്യൻ സൈന്യം 3 സേനാ വിഭാഗങ്ങളും ഈ സമാനമായ മിസൈൽ ശേഷി തെളിയിച്ചതാണ്. ഈ പാകിസ്ഥാന്റെ നേരത്തെ പലതവണ ഇന്ത്യയുമായി സംഘർഷമുണ്ടായിരുന്ന ഘട്ടങ്ങളിൽ നിന്നെല്ലാം ഏറെ ശോഷിച്ച ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് മറികടക്കാൻ, അത് മറച്ചുവെക്കാനുള്ള ശ്രമങ്ങൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ ഉണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ സൈന്യം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഏത് പ്രകോപനത്തെയും അതേ മട്ടിൽ തന്നെ നേരിടാൻ തയ്യാറാണ്. അതിന് സൈന്യം സജ്ജമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സൈന്യം അതീവ ജാഗ്രത തുടരുകയാണ് അതിർത്തി മേഖലയിൽ. വിജയകുമാർ. യെസ്, പൂഞ്ചിൽ നിന്നാണ് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകിയത്. അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ വലിയ ജാഗ്രതയാണ്. അവിടെ നിന്ന് ജനങ്ങൾ ബങ്കറുകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. പാകിസ്ഥാൻ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ്. കഴിഞ്ഞ 9 ദിവസമായി രാത്രിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇന്ത്യൻ മേഖലയിലേക്ക് പാകിസ്ഥാൻ വെടിയുതിർക്കുന്നുണ്ട്. ഇന്ത്യ കനത്ത തിരിച്ചടി നൽകുകയും ചെയ്യുന്നുണ്ട്. അതിനിടെയാണ് ഈ മിസൈൽ പരീക്ഷണത്തിന്റെ വിവരം കൂടി പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. 450 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. ഇത്തരം ഒരു പരീക്ഷണം സാഹചര്യം സങ്കീർണമാക്കുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് പാകിസ്ഥാന്.